കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ വളർച്ച ദുരുപയോഗം ചെയ്യുന്ന കൂട്ടം ഭരണപക്ഷത്തുമുണ്ട്, പ്രതിപക്ഷത്തുമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിലും CPM-ലുമുണ്ട് അത്തരം നേതാക്കൾ. പല രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സൈഡ് ബിസിനസ്സാണ് സഹകരണ ബാങ്കുകളുടെ ഭരണം നിയന്ത്രിക്കുക എന്നത്. തങ്ങൾക്കും അണികൾക്കും വായ്പ എടുക്കാനും പണം വയ്ക്കാനും വൈകിട്ടത്തെ അന്ത്യച്ചെലവിനുമൊക്കെ നാട്ടിലെ സാധാരണ ജനം കൊണ്ട് നിക്ഷേപിക്കുന്ന പണം തന്നെ ആരോടും ചോദിക്കാതെ എടുക്കാമെന്ന ഹുങ്കാണ് കാരണം. പക്ഷേ സഹകരണ വകുപ്പിലെ ഓഡിറ്റ് ടീം പിടിമുറുക്കുന്നത് കൊണ്ടാണ് വർഷാവസാനം കാര്യമായ കയറ്റുവരൽ നടക്കാത്തത്. പക്ഷേ ചെയ്യാവുന്ന തരത്തിലൊക്കെ അധികാര ദുർവിനിയോഗം കാട്ടാൻ മാത്രം ഇവർക്ക് ഒരു മടിയുമില്ല. കാരണം അത് തൽക്കാലമാരും തടയില്ല, അതൊരു അനുഗ്രഹമാണ്. സ്വാധീനവും ഭരണവുമില്ലാത്ത ജനാധിപത്യവും മതേതരത്വവും മാനവികതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും അതിൻ്റെ മേലെ കൂടെ മനുഷ്യാവകാശവും ഇതെല്ലാം പ്രസംഗിക്കും. പിന്നെ ഭരണമുള്ളിടത്ത് ജനങ്ങൾക്ക് മേൽ തങ്ങളുടെ സ്വാധീനവും ഭരണവും അടിച്ചേൽപ്പിക്കും. അത്തരം ചില ക്രിമിനലുകൾ സഖാക്കളുമുണ്ട്. കട്ടപ്പനയിലെ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ്, CPM-ന്റെ മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി കട്ടപ്പനയിലെ ആ ബാങ്കിന് മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ അവസാനമായി ഫോൺ ചെയ്ത് നടത്തിയ ഭീഷണി, അതിൻ്റെ ഞെട്ടലാണ് കേരളം. ഈ ബാങ്കിൻ്റെ ഭരണം 2 വർഷം മുമ്പാണ് കോൺഗ്രസിൽ നിന്നും CPM പിടിച്ചെടുത്തത്. എന്തിനായിരുന്നത്? ഓസ്ട്രേലിയയിൽ ജോലി ചെയ്ത് സമ്പാദിച്ച പണം നാട്ടിലെത്തി ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ആ തുക തിരിച്ചെടുക്കാൻ ചെന്നപ്പോഴാണ് രാഷ്ട്രീയ ഭീഷണി. അപ്പോൾ എങ്ങനെ ഇത്തരം സഹകരണ സംഘങ്ങളെ വിശ്വസിച്ച് അവിടെ നിക്ഷേപകർ, പാവപ്പെട്ട ജനം പണമിടും? എൻ്റെ വൈഫാണെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2,20,000 രൂപ വേണം. എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ എന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണിയും മനസ്സിലാക്കി തരാം. ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കയ്യും കാലും വിട്ട് അടിച്ച് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ അവിടെ കയറി വന്ന ചായ കുടിച്ചിട്ടല്ല ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടായത്. മനസ്സിലായോ? ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് റെജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നില്ലേ. അപ്പൊ ഞാൻ പൈസ പറയാ, തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ ഒറ്റ എന്നെ പിടിച്ച് ഒരു തള്ളുപോയതേ അവിടെ വെച്ചിട്ട്. തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ വണ്ടി വെച്ചിട്ട്. അപ്പൊ ആ വണ്ടിയില് ഈ പുള്ളിക്കാരനും ഇരിപ്പുണ്ട്, എന്നാ മറ്റേ സുജയ് ഇരിപ്പുണ്ട്, ഉടനെ റെജി അവിടെ ഇരിപ്പുണ്ട്. റെജി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ റെജി പറഞ്ഞു, ആളുകളോട് പൈസ ചോദിക്കുമ്പോൾ മറുപടിയൊക്കെ പറയുന്നത് ഞങ്ങൾ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാ ഞാൻ. റെജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാ ഞാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ആ ഫ്രണ്ടിലെ ക്യാമറയുണ്ട്. ആ ക്യാമറ നോക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാം. അവരുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും കാണുമ്പോൾ അറിയുകയും ചെയ്യാം. കെടുകാര്യസ്ഥതയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നവർ സ്ഥാപനത്തെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചുകൊണ്ടെടുക്കുന്ന സമീപനം തെളിവ് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം. കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനായിരുന്നു ഈ CPM നേതാവിൻ്റെ ഗുണ്ടാഭീഷണി. താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് എന്നൊരു വ്യക്തി പിടിച്ചു തള്ളി എന്നാണ് ആത്മഹത്യ ചെയ്ത സാബു ഫോൺ സംഭാഷണത്തിൽ ഈ CPM നേതാവിനോട് പറയുന്നത്. താൻ തിരിച്ചാക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിച്ചത് എന്തിനാണെന്നാണ് CPM നേതാവായ സജി തിരിച്ചു ചോദിച്ചത്. വിഷയം മാറ്റം നോക്കേണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നും ഭീഷണിപ്പെടുത്തി. പണം തരാൻ ഭരണസമിതി ജീവനക്കാർ ശ്രമിക്കുമ്പോൾ ജീവനക്കാരെ ആക്രമിച്ച് ശരിയായില്ലെന്ന് പറഞ്ഞായിരുന്നു ഈ ഭീഷണി. എന്നാൽ CCTV പരിശോധിച്ചാൽ സത്യം തെളിയുമെന്ന് സാബുവും പറയുന്നു. അപ്പോൾ സജി ഫോൺ കട്ട് ചെയ്യുന്നു. അതായത് തെളിവും സത്യമെന്നും ഈ സഖാവിന് വേണ്ട. കേസിൽ പക്ഷേ ഇപ്പോൾ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ഒക്കെ പങ്ക്, ഉത്തരവാദിത്തം, റോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രാഥമിക പരിശോധനയിൽ സാബു ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായതിൻ്റെ ഒരു തെളിവുമില്ല. നിക്ഷേപ തുക തിരിച്ചാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തിയത്. എന്നാൽ തുക കൊടുത്തില്ല. ഇതേ തുടർന്നായിരുന്നു ആത്മഹത്യ. കട്ടപ്പന സൊസൈറ്റിയിൽ സാബു 25 ലക്ഷം രൂപയോളം നിക്ഷേപിച്ചത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തുണ്ടാക്കിയ പണം. അങ്ങനെ സമ്പാദിച്ച തുകയാണ് ഭാര്യയുടെ ചികിത്സയ്ക്കായി തിരിച്ചു ചോദിച്ചത്. ബാങ്ക് പക്ഷേ പ്രതിസന്ധിയിലായിരുന്നു. എല്ലാ മാസവും ഒരു വീതം വെച്ച് തരാമെന്ന് കരാറുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം സാബു കുറച്ച് തുക കൂടുതൽ ചോദിച്ചു. അങ്ങനെയാണ് തർക്കമുണ്ടായതെന്നാണ് ഇപ്പോൾ പറയുന്നത്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2 വർഷം മുമ്പാണ് CPM ഭരണസമിതി ഏറ്റെടുത്തത്. പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് തന്നെയാണ്
നിക്ഷേപകർ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് പണം നൽകാൻ നിർവാഹമില്ലെന്ന് അവർ പറഞ്ഞത്. പക്ഷേ തൻ്റെ മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ നൽകിയില്ലെന്നും മനസ്സ് വേദനിപ്പിച്ചെന്നും അപമാനിച്ചെന്നും മനം നിന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും സാബുവിൻ്റെ ആത്മഹത്യക്കുറിപ്പുണ്ട്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും രണ്ടുപേരാണെന്നും സാബു കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തം സമ്പാദ്യം മുഴുവൻ ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് സമീപനമെങ്കിൽ ഇതാണോ സംസ്ഥാന സഹകരണ മേഖല വളർന്നു എന്നൊക്കെ ഇടത് സർക്കാർ ഉറച്ചു വിളിച്ചു പറയുന്നത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്ന ചോദ്യം.